നമ്മൾ ഒരു സ്വപ്ന ഫൈനലിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിലും കുറച്ച് മുൻപ് ഒരു 1-2 മണിക്കൂർ മുൻപാണ് ഒരു മത്സരം കഴിഞ്ഞത്, ലൂസേഴ്സ് ഫൈനൽ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സോക്കർ ഗാല തുടങ്ങാം. ലോകകപ്പിൽ ഗോൾ മഴയോടെ 3-ാം സ്ഥാനം സ്വന്തമാക്കി ഇംഗ്ലണ്ട് ഫ്രാൻസിനെ 4-നെതിരെ 6 ഗോളിനാണ് തോൽപ്പിച്ചത്. ഇരട്ട ഗോളോടെ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് എംബാപ്പെ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യു നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ, ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫൈനലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണെങ്കിലും അതിന് മുൻപ് കഴിഞ്ഞ ലൂസേഴ്സ് ഫൈനൽ എങ്ങനെ ഉണ്ടായിരുന്നു, അതിൽ നിന്നും തുടങ്ങാം. എംബാപ്പെ ഒരു റെക്കോർഡ് ഇട്ടു, ഇംഗ്ലണ്ട് 3-ാം സ്ഥാനത്തേക്ക്. സെതു, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ അമിത പ്രതിരോധത്തിന്റെ പേരിൽ പഴികേട്ടതിന്റെ എല്ലാ പരിഹാരവും നടത്തിയാണ് ഇംഗ്ലണ്ട് എന്തായാലും ലോകകപ്പിൽ നിന്ന് മടങ്ങുന്നത്. ഫ്രാൻസിനെ പോലെ ഒരു ശക്തമായ ടീമിനെതിരെ ആദ്യ പകുതിയിൽ തന്നെ 4-0 എന്ന ലീഡ് എടുക്കാൻ ഇംഗ്ലണ്ട്, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ വലിയ അവസരം ലഭിക്കാതിരുന്ന സാക്കയുടെ ഹാട്രിക്കാണ് ഇംഗ്ലണ്ടിന് ഒരു മിന്നും ജയത്തിലേക്ക് എത്തിച്ചത്. സാക്ക തന്നെയാണ് ഗോൾ വേട്ടയിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തത്. അങ്ങനെ ആദ്യ പകുതിയിൽ 4-0 പിന്നിൽ പോയെങ്കിലും രണ്ടാം പകുതിയിൽ ആലസ്യമൊക്കെ ഒഴിഞ്ഞാണ് ഫ്രാൻസ് എത്തിയത്. രണ്ടാം പകുതിയിൽ എംബാപ്പെ 2 ഗോളും അതുപോലെ തന്നെ ഡെംബലയും ബാർക്കോളയും ഓരോ ഗോൾ വീതം നേടി 4 ഗോളുകൾ ഫ്രാൻസ് മടക്കി അടിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ 4-3 എന്ന സ്കോറിലേക്ക് വന്നു. ഇംഗ്ലണ്ടിനെതിരെ ഫ്രാൻസ് ഒരു സമനില ഗോളിന് വേണ്ടി കിണഞ്ഞു ശ്രമിക്കുന്നതിനിടയിലാണ് 5-ാമത്തെ ഗോള് എന്തായാലും ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്ന് അടിക്കുന്നത്. അവിടെ നിന്ന് ഇഞ്ചുറി ടൈമിൽ ഡെംബലെ 4-ാമത്തെ ഗോൾ നേടി അതൊരു സമനിലയിലേക്ക് പോകുമോ എന്നൊരു ആകാംക്ഷ നിൽക്കുമ്പോഴാണ് ജൂഡ് ബെല്ലിംഗാമിന്റെ ഒരു സോളോ റൺ അവിടെ നിന്നുണ്ടാകുന്നത്. അദ്ദേഹം ആ ഗോൾ നേടി 6-4 എന്ന സ്കോറിന് എന്തായാലും ഇംഗ്ലണ്ട് മത്സരം കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ചെയ്തത്. 66-ന് ശേഷം ഇംഗ്ലണ്ടിന്റെ ലോകകപ്പിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ വർഷം നടന്നത്. 3-ാം സ്ഥാനമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ 6-4 എന്ന സ്കോറിന് ഇംഗ്ലണ്ട് വിജയത്തേറിലെത്തുമ്പോൾ ചില റെക്കോർഡുകൾ കൂടി ഈ മത്സരത്തിൽ പിറക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 21 ഗോൾ ഉണ്ടായിരുന്ന മെസ്സിയുടെ ലോകകപ്പിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് 22 ഗോളുമായി കിലിയൻ എംബാപ്പെ മറികടന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ 10 ഗോളുമായി മെസ്സിയെ മറികടന്ന് 2 ഗോളിന്റെ ലീഡിൽ നിലവിൽ കിലിയൻ എംബാപ്പെയാണ് മുമ്പിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനോടൊപ്പം തന്നെ സാക്ഷാൽ പെലെയെ അസിസ്റ്റുകളുടെ റെക്കോർഡിൽ മൈക്കൽ ഒലീസയെ മറികടന്നു. പെലെയുടെ 6 ഗോൾ എന്നുള്ള റെക്കോർഡാണ് ഒലീസയെ മറികടന്നത്. ഈ മത്സരത്തിൽ അദ്ദേഹം 2 അസിസ്റ്റുകളാണ് നേടിയത്, രണ്ടും നൽകിയത് കിലിയൻ എംബാപ്പയ്ക്കായിരുന്നു. അങ്ങനെ 7 ഗോളിന്റെ അസിസ്റ്റോട് കൂടി തന്നെ ആ റെക്കോർഡ് എന്തായാലും മൈക്കൽ ഒലീസയെ സ്വന്തം പേരിലാക്കി. അതിനോടൊപ്പം തന്നെ മറ്റൊരു റെക്കോർഡ് കൂടി പിറന്നത് ജൂഡ് ബെല്ലിംഗാമിന്റെ പേരിലാണ്. ഇംഗ്ലണ്ടിന് വേണ്ടി ഒരു ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന ഇംഗ്ലണ്ട് താരം എന്ന റെക്കോർഡും ജൂഡ് ബെല്ലിംഗാമും അങ്ങനെ സ്വന്തമാക്കിയപ്പോൾ ഇംഗ്ലണ്ട് തലയുയർത്തി തന്നെയാണ് ഈ ലോകകപ്പിൽ നിന്ന് മടങ്ങുന്നത്. ഓക്കെ.